KSEBയുടെ വർക്കർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് സംശയങ്ങളാണ്. ഒന്ന്, ഈ ഒരു എക്സാമിൻ്റെ ലാംഗ്വേജ് എന്തായിരിക്കും, അതേപോലെ തന്നെ ഈ എക്സാമിൻ്റെ സിലബസ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ എക്സാമിൻ്റെ ലാംഗ്വേജ് ഓഫ് എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇംഗ്ലീഷ് തന്നെയായിരിക്കും. കാരണം നിങ്ങൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് മലയാളത്തിലാണ്, അതുകൊണ്ട് ഇത്തവണയും മലയാളത്തിലായിരിക്കുമോ എന്നുള്ളതാണ് ഒരുപാട് പേരുടെ സംശയം. പക്ഷേങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ഫെയിൽ ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്രാവശ്യത്തെ ക്വാളിഫിക്കേഷൻ 10th അതേപോലെ ITI ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ITI ലെവൽ എക്സാംസുകൾ PSC കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് എക്സാംസുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാംസുകളിലെല്ലാം ലാംഗ്വേജ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അതുകൊണ്ട് എക്സാം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു ഡൗട്ടിനും പ്രസക്തിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എക്സാമിൻ്റെ സിലബസ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും KSEB വർക്കർ എന്ന് പറയുന്ന പോസ്റ്റ് പുതുതായിട്ട്, അതായത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ITI ഇലക്ട്രീഷ്യൻ വയർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനോട് കൂടി ആദ്യമായിട്ട് നടത്താൻ പോകുന്ന എക്സാമാണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട സിലബസ് എന്ന് പറയുന്നത് ITI ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ്റെ സിലബസ് തന്നെയാണ്. ഓക്കെ, ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള സിലബസ് ഡിസ്കഷനാണ് നമ്മൾ പോകുന്നത്. അതായത് എന്തെല്ലാം വരുന്നുണ്ടെന്നുള്ളത് 10 മൊഡ്യൂളുകളിലായിട്ടാണ് നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ വരുന്നത്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. അവിടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, അതുപോലെ ഫ്ലക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്ക്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, അതേപോലെ ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് മൊഡ്യൂൾ 1 വന്നിട്ടുള്ളത്. നമ്മളെ ഈ സിലബസിന്റെ തന്നെ ഒരു PDF എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. താഴെ ഒരു ഫോം ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്താണ് സിലബസ് എന്നുള്ളത് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആദ്യം എന്താ ചെയ്യേണ്ടത് അറിയോ? ഒന്നുകിൽ നിങ്ങൾ ആ സിലബസിൻ്റെ PDF പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തോ ഒക്കെ പേസ്റ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ച് വെക്കുക. സിലബസ് മുഴുവനായിട്ട് എന്ത് ചെയ്യുക, എഴുതി വെച്ചേക്കുക. അത് തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. സിലബസിലെ ഓരോന്നും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് പഠിച്ചെടുക്കുക തന്നെ വേണം. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓംസ് ലോ അല്ലേ. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓംസ് ലോ, കിർച്ചോഫ് ലോസ്, അതുപോലെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, കെമിക്കൽ എഫക്റ്റ് ഓഫ് കറണ്ട്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, അതേപോലെ സെൽസ്, അതിൻ്റെ ടൈപ്പ്, ഗ്രൂപ്പിംഗ്, മെയിൻ്റനൻസ്, ദെൻ ബക്ലിംഗ് ആൻഡ് സെഡിമെൻറ്റേഷൻ ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ വന്നിരിക്കുന്നത്, രണ്ടാമത്തെ മൊഡ്യൂൾ. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂളുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ PSC ലേറ്റസ്റ്റ് ആയിട്ട് നടത്താൻ പോകുന്ന ITI ഇലക്ട്രീഷ്യൻ എക്സാംസിൻ്റെ സിലബസാണ് ഞാൻ പറയുന്നത്. അത് തന്നെയായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന വർക്കർ പോസ്റ്റിലേക്കും വരുന്നത്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളായിരിക്കും. ഇപ്പോൾ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, KSEB വർക്കർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സിലബസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇനി ആ സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വളരെ ക്വിക്കായിട്ട് നമുക്കൊരു 2-3 മാസം സമയം കിട്ടും എക്സാമിന്. അതായത് എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2-3 മാസം സമയം കിട്ടും. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വളരെ ക്വിക്കായിട്ട് സിലബസ് മാറിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവും. പക്ഷേ ബേസ് ആക്കി എടുക്കേണ്ടത് ITI ഇലക്ട്രീഷ്യൻ സിലബസ് തന്നെയാണ്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ അല്ലേ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് ഉണ്ട് അല്ലേ. അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിസം പഠിക്കാനുണ്ട്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് റൂൾസ് പഠിക്കാനുണ്ട്, MMF, ഫ്ലക്സ് ഡെൻസിറ്റി, അതേപോലെ റിലക്റ്റൻസ് പഠിക്കാനുണ്ട്, ഫാരഡേസ് ലോ പഠിക്കാനുണ്ട്, ലെൻസസ് ലോ പഠിക്കാനുണ്ട്, കപ്പാസിറ്റേഴ്സ്, അതിൻ്റെ ടൈപ്സും ഫംഗ്ഷൻസും ഒക്കെ എന്ത് ചെയ്യാനുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമ്മൾ നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതേപോലെ എർത്തിങ്, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വയറിംഗ് വരുന്നുണ്ട്, കേബിൾ ഗ്രേഡിംഗ് വരുന്നുണ്ട്, കറണ്ട് റേറ്റിംഗ് വരുന്നുണ്ട്, മെഗർ ടെസ്റ്റിംഗ്. ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് നാലാമത്തെ മൊഡ്യൂളിൽ വന്നിട്ടുണ്ട്. എഗെയിൻ 10 മാർക്കിൻ്റെ ഒരു മൊഡ്യൂളാണ്. ഇനി DC മെഷീൻസ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. DC മെഷീൻസിൽ DC ജനറേറ്റർ പഠിക്കാനുണ്ട്, EMF ഇക്വേഷൻ, സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് പഠിക്കാനുണ്ട്, DC മോട്ടോഴ്സ് പഠിക്കാനുണ്ട്, സ്റ്റാർട്ടേഴ്സ് 3.4 പഠിക്കാനുണ്ട്, സ്പീഡ് കൺട്രോൾ എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് DC മെഷീൻസിൽ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC മെഷീൻസ് ആണ്. അതിൽ സിംഗിൾ ആൻഡ് 3 ഫേസ് മോട്ടോഴ്സ്, സ്റ്റാർട്ടേഴ്സ്, DOL, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് സ്ലിപ്പ് റിംഗ് മോട്ടോഴ്സ് പഠിക്കാനുണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ പഠിക്കാനുണ്ട്, പാനൽ വയറിംഗ് പഠിക്കാനുണ്ട്, ഫേസ് സീക്വൻസുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട്. ഇനി അടുത്തത്
ഇൻസ്ട്രുമെന്റ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനുണ്ട്, ഇൻഡിക്കേറ്റിംഗ് ആൻഡ് ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് പഠിക്കാനുണ്ട്, കൺട്രോളിംഗ് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക് പഠിക്കാനുണ്ട്, ട്രാൻസ്ഫോമർ പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്, EMF ഇക്വേഷൻ പഠിക്കാനുണ്ട്, പാരലൽ ഓപ്പറേഷൻ പഠിക്കാനുണ്ട്, കൂളിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഈ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. 7ാമത്തെ മൊഡ്യൂളാണ് ഞാൻ പറഞ്ഞത്. ഇനി 8ാമത്തെ മൊഡ്യൂളാണ് ഇല്യൂമിനേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂള് ലോസ് ഓഫ് ഇല്യൂമിനേഷന്, ടൈപ്സ് ഓഫ് ലാംപ്സ്, ഡൊമസ്റ്റിക് അപ്ലയൻസസ്, സെമി കണ്ടക്ടർ, അതിൽ P&N ടൈപ്പ് പഠിക്കാനുണ്ട്, ഡയോഡ്സ്, റെക്ടിഫയേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി 9ാമത്തെ മൊഡ്യൂൾ പവർ ജനറേഷൻ ആണ്. അതിൽ എനർജി സോഴ്സസ്, ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ആൻഡ് ഫൈനലി ലാസ്റ്റ് മൊഡ്യൂളാണ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂള്. അപ്പോൾ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, അതുപോലെ AC വേഴ്സസ് DC ട്രാൻസ്മിഷൻ കമ്പാരിസണുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പവർ സിസ്റ്റത്തിൽ നിന്ന് ഓൾമോസ്റ്റ് 20 മാർക്കും, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പവർ സിസ്റ്റത്തിൽ 2 മൊഡ്യൂൾസാണ് 20 മാർക്ക് വന്നിട്ടുള്ളത്, മൊഡ്യൂൾ 10ഉം അതേപോലെ തന്നെ മൊഡ്യൂൾ 9ഉം. അതേപോലെ മെഷീൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 മൊഡ്യൂൾസുകൾ വന്നിട്ടുണ്ട്, അതായത് 30 മാർക്കാണ് അവിടെ വരുന്നത്. അപ്പം മെഷീൻസും പവർ സിസ്റ്റവും മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് 50 മാർക്കോളം ക്വസ്റ്റ്യൻസുകൾ അവിടെ വരുന്നുണ്ട്. പിന്നീടുള്ള ടോപ്പിക്കുകളൊക്കെ ഈ പറഞ്ഞ ബേസിക് സബ്ജക്റ്റുകളാണ്. AC വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിസം, ഓംസ് ലോ, ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾസുകളാണ്. ഇതെല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന മൊഡ്യൂൾസുകളാണ്. അപ്പോൾ ഈ മൊഡ്യൂൾസുകളുടെ സിലബസ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഫോമിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെയാണ് ഈ എക്സാമിന് വേണ്ടത്. പല ആളുകളും പറയുന്നുണ്ട് KSEB വർക്കർ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ആ ജോലി കിട്ടുന്നൊക്കെ. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വലിയ അവസരം നഷ്ടപ്പെടുത്തുകയാണ്. കാരണം അതിന് മാത്രം വേക്കൻസി ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. 985 മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. പക്ഷെ കൂടും, വേക്കൻസി കൂടും, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഈ KSEB വർക്കർ പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഡെഫിനറ്റ്ലി 2026 സർക്കാർ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ ഒരു എക്സാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ എക്സാമിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതേപോലെ പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കൂ. എൻട്രിയോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെക്നിക്കൽ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് എൻട്രി ആപ്പ്. സോ എൻട്രി ആപ്പിൻ്റെ KSEB വർക്കർ ബാച്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.